പൂരങ്ങളുടെ നാട്ടിൽ ഇനി മെഗാ ഓഫറുകളുടെ തൃശൂർ പൂരം. മലബാർ ഡിജിറ്റലിൽ വിലക്കിഴിവിന്റെ പൊടിപൂരം. ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. വിദ്യാർത്ഥികളുടെ പഠന മികവുകൾ പ്രദർശനമാക്കി പഠനോത്സവം സംഘടിപ്പിച്ച തരൂർ AUP സ്കൂൾ. Being rude, disrespectful. Good habit help us every day. They guide us in a happy way. Good habit help us every day. They guide us in a happy way. Brushing teeth and keeping clean. Saying thank you, don't be mean. Brushing teeth and keeping clean. Saying thank you, don't be mean. Bad habits make us prepare for not listening, not sharing, not talk. Bad habits make us prepare for not listening, not sharing, not talk. Telling lies and being rude. ആലത്തൂർ ഉപജില്ല തരൂർ AUP സ്കൂളിലെ പഠനോത്സവം തരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജശ്രീ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിഷ, പ്രധാനാധ്യാപിക മിനു വർഗീസ്, സ്റ്റാഫ് സെക്രട്ടറി രാജേഷ് മാസ്റ്റർ, CRC കോർഡിനേറ്റർ ലാവണ്യ, മറ്റ് അധ്യാപകർ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ പഠന തെളിവുകളും മികവുകളും പ്രദർശനമാക്കി. ഒപ്പം തന്നെ ചെണ്ടമേളം, കലാപരിപാടികളും വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാന വിതരണം എന്നിവയും നടത്തി. തരൂർ ഗ്രാമപഞ്ചായത്തിന് മുൻവശത്തുള്ള മൈതാനത്താണ് പഠനോത്സവം സംഘടിപ്പിച്ചത്. തീർത്തിട്ടുള്ളൂ, പലിശയും തുകയും കൂടി ഇനിയും അടയ്ക്കാനുണ്ട്. എത്ര അടച്ചിട്ടും തീരുന്നതേ ഇല്ല എൻ്റെ ഈശ്വര. 2 ആഴ്ചയായിട്ടാണെങ്കിൽ പണിയുമില്ല, അത് കാരണം പണം അടച്ചിട്ടുമില്ല. അതാണിപ്പോൾ ഞാനും ആലോചിക്കുന്നത്. പലിശ മാത്രം എത്രയാണ് വരുന്നത്? മെല്ലെ പറമ്മേ, അപ്പുറത്തെ വീട്ടിലെ ബാങ്കിൽ ജോലി ചെയ്യുന്ന അങ്കിൾ വരുന്നുണ്ട്. ദിനേശ് ചേട്ടാ, എന്തൊരു ബഹളം, ആരാണ് അയാൾ? ഒന്നും പറയണ്ട ബാബു, അയാളിൽ നിന്നൊരു 12,000 രൂപ കടമെടുത്താണ്. കുറേ അടയ്ക്കുന്നുണ്ട്, എന്നിട്ടും തീരുന്നതേ ഇല്ല. കുറേ ആയിട്ട് പണിയുമില്ല, കാരണം പണം അടച്ചിട്ടുമില്ല. അതെ ദിനേശ് ചേട്ടാ, 1000 രൂപയ്ക്ക് ഒരാഴ്ച 20 രൂപ പലിശ എന്നല്ലേ പറഞ്ഞത്? കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നും, എന്നാൽ 1000 രൂപയ്ക്ക് ഒരാഴ്ച 20 രൂപയാ പലിശ. അപ്പോൾ 12,000 രൂപയ്ക്ക് ഒരു വർഷം 11,520 രൂപയാണ്. ഏകദേശം അത്രയും തുക പലിശ ഇനത്തിൽ കൊടുക്കണം. ഇത് ബാങ്കിൽ നിന്ന് 10% കടമെടുത്തതാണെങ്കിൽ 1,200 രൂപയായി പലിശ ഇനത്തിൽ വരൂ. CCV ന്യൂസ്, തിരുവല്ലാമല.